ഇന്ന് നാം കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത്, അല്ലേ? നമ്മളൊക്കെ പാടിക്കൊണ്ട് നടക്കും, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അതെ, ദൈവത്തിൻ്റെ അതിമനോഹരമായ സൃഷ്ടിയിലൊന്നാണ് പരിശുദ്ധ കന്യകാമറിയം. ആരായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കൾ എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അന്നയും യോവാക്യമും. എന്താണ് മറിയം എന്നുള്ള വാക്കിന്റെ അർത്ഥം? മഹത്വമുള്ളവൾ എന്നാണ് മറിയം എന്ന വാക്കിന്റെ അർത്ഥം. വിശ്വാസത്തിലൂടെ, അനുസരണത്തിലൂടെയുള്ള തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പേര് അന്വർത്ഥമാക്കിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധ ബൈബിളിലൂടെ നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തെ നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പല പ്രതീകങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. എന്നാൽ സുവിശേഷകന്മാർ വളരെ വ്യക്തമായി പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറിയത്തെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളൊക്കെ പുതിയ നിയമത്തിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. സഹനത്തിലൂടെയാണ് അവളിത് പൂർത്തിയാക്കുന്നത്. അവളുടെ ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു വിശ്വാസത്തിന്റെ തീർത്ഥാടനമായിരുന്നു. പരിശുദ്ധ അമ്മയെ പഴയ നിയമത്തിലൂടെ നാം കാണുമ്പോൾ പ്രധാനമായിട്ടും പ്രതീകങ്ങളിലൂടെയാണ് കാണുന്നത്. പഴയ നിയമത്തിൽ മറിയം അറിയപ്പെടുന്നത് സ്ത്രീ, യുവതി, കന്യക, സിയോൻ പുത്രി, ഇങ്ങനെ ധാരാളം പ്രതീകങ്ങളിലൂടെ പരിശുദ്ധ അമ്മയെ നാം കാണുന്നുണ്ട്. ഈ പ്രതീകങ്ങളൊക്കെ ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള അപദാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഇപ്പം നമ്മൾ പാട്ടിലൂടെ പാടുന്നുണ്ട്, പറുദീസായി അമ്മ ദൈവത്തിനു പാർക്കാൻ. എന്താണ് ഇതിന്റെ അർത്ഥം? മറിയം പറുദീസയാണ്. ആദ്യ മാതാപിതാക്കളെ ദൈവം വസിപ്പിച്ച പറുദീസ. പറുദീസയുടെ പ്രത്യേകത എന്താണ്? എല്ലാത്തരം ഫലവൃക്ഷങ്ങളും സമൃദ്ധമായിട്ടുള്ളതാണ് ഏദൻ തോട്ടം അല്ലെങ്കിൽ പറുദീസ. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു പറുദീസ. ആ പറുദീസയിലൂടെ മനോഹരമായ ഒരു നദി ഒഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ മാതാപിതാക്കൾ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയത് ഈ പറുദീസയിൽ വെച്ചാണ്. ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും പൂർണ്ണതയിൽ കുടികൊള്ളുന്ന നിർമ്മലമായ ഒരു പറുദീസയാണ് പരിശുദ്ധ കന്യകാമറിയം. പറുദീസയിലൂടെ ഒഴുകുന്ന നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നദി പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. എന്താണ് കാരണം? കൃപാവരത്തിന്റെ നദികൾ ഇന്നും നമ്മിലേക്ക് ഒഴുക്കുന്നത് ആരാണ്? പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പോൾ ആ പറുദീസയിൽ കാണുന്ന ആ നദി എന്തിന്റെ പ്രതീകമാണ്? പരിശുദ്ധ അമ്മയുടെ പ്രതീകം തന്നെയാണ്. മറിയം രണ്ടാം ഹവ്വ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് മറിയം രണ്ടാം ഹവ്വയായി തീർന്നത്? രക്ഷിക്കപ്പെട്ട സകലരുടെയും അമ്മയായതിലൂടെയാണ് അവൾ രണ്ടാം ഹവ്വ ആയിത്തീരുന്നത്. ദൈവം എന്തു ചെയ്തു? ആദത്തിൽ നിന്ന് ഹവ്വായെ രൂപപ്പെടുത്തി. അപ്പം മറിയത്തിൽ നിന്ന് രണ്ടാം ആദത്തെ അഥവാ രക്ഷകനെ രൂപപ്പെടുത്തി. ഹവ്വ സർപ്പത്തിന്റെ വാക്കുകൾ കേട്ട് പാപത്തെ പ്രസവിച്ചു. മറിയമാകട്ടെ ദൈവത്തിന്റെ വാക്കുകൾ, ദൈവദൂതന്റെ വാക്കുകൾ കാതുകളിലൂടെ കേട്ട് രക്ഷകന് ജന്മം നൽകി. ഹവ്വ അനുസരണക്കേട് വഴി വരുത്തിയ തിന്മ മറിയം അനുസരണം കൊണ്ട് പരിഹരിച്ചു. ഹവ്വ അനുസരണക്കേടും അവിശ്വാസവും മൂലം ബന്ധിച്ചത് മറിയം അനുസരണത്താലും വിശ്വാസത്താലും അഴിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പൊ പാപത്തിന്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും മാതാവായി തീർന്നു. അപ്പൊ സഭാപിതാക്കന്മാരുടെ അഭിപ്രായം ഇതാണ്. എന്താണ്? മരണം ഹവ്വ വഴി വന്നു, എന്നാൽ ജീവൻ മറിയം വഴിയും സംഭവിച്ചു എന്നാണ് സഭാപിതാക്കന്മാരുടെ അഭിപ്രായം. മറിയം പുതിയ നിയമത്തിൽ സുവിശേഷകന്മാർ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്നും മൊഴിഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയുടെ ആത്മസമർപ്പണം. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ ജീവിതത്തിൽ ഒരു പുരുഷനുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ പൂവിട്ട് പൂജിച്ചിരുന്ന എല്ലാ സ്വപ്നങ്ങളും അതുപോലെ തന്നെ സ്വന്തം തീരുമാനങ്ങളും പരിശുദ്ധ അമ്മ വേണ്ടെന്ന് വെക്കുകയാണ്.
അപ്പം പുരുഷനെ അറിയാതെ ഗർഭിണിയായാൽ യഹൂദ നിയമം അനുസരിച്ച് ലഭിക്കാവുന്ന ശിക്ഷ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ യോസേപ്പ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം, ഇതൊന്നും മറിയത്തെ ബാധിക്കുന്നതായിട്ട് വചനം പറയുന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ കന്യകാമറിയം ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പൊ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വിശ്വാസവും അതുപോലെ തന്നെയുള്ള എളിമയോടുള്ള അനുസരണവും അതിൻ്റെ ഫലമായ അടിയറ വയ്ക്കലുമാണ് ദൈവത്തിന്റെ പ്രീതിക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ പ്രാപ്തിയാക്കിയത്. അതോടൊപ്പം തന്നെ കൃപ നിറഞ്ഞവൾ എന്ന സംബോധനയിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ സൂചനയുണ്ട്. കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള ആ പ്രസ്താവനയിൽ തുടർന്ന് പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുവാൻ പോകുന്ന ദൗത്യ നിർവഹണത്തിന്റെ, അതായത് മറിയം ദൈവത്തിന്റെ വാസസ്ഥലമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയും നമ്മൾ കാണുന്നുണ്ട്. ഈ മരിയ വണക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ദൈവത്തിന്റെ അമ്മയെ, അതായത് നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ സഭാ മാതാവിനെ നമുക്ക് ഓർമ്മിക്കാതെ, ബഹുമാനിക്കാതെ, സ്നേഹിക്കാതെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ? ലോകത്തിൽ എവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമാകുന്നുവോ അവിടെ പരിശുദ്ധ അമ്മ പ്രകാശമായി കടന്നു വരുന്നുണ്ട്. അപ്പൊ ദൈവമാതാവായ നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കണം എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ചോദിക്കും, പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, സഭ ഒരിക്കലും മറിയത്തെ ആരാധിക്കുന്നില്ല. പ്രപഞ്ച സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ഏക ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ആരാധന. ഇനി നമ്മൾ സഭയിലെ വിശുദ്ധർക്ക് നൽകുന്ന ബഹുമാനമുണ്ട്, അല്ലെ? അവർക്ക് നൽകുന്ന വണക്കമുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് ധൂളിയ എന്നാണ്. എന്നാൽ മാതാവിന് നൽകുന്ന വണക്കത്തിന് എന്ത് പറയുന്നു? ഹൈപ്പർ ധൂളിയ. ധൂളിയ എന്നാൽ വണക്കം എന്നാണ്. എന്നാൽ ഹൈപ്പർ ധൂളിയ എന്നാൽ എന്താണ്? ഒരു സവിശേഷമായ അല്ലെങ്കിൽ ഉപരിയായ വണക്കം എന്നാണ്. ഈ മറിയത്തെ കൂടാതെ ക്രിസ്തുവോ, അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൂടാതെ മറിയുമോ നമുക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് നൽകുന്ന വണക്കം പുത്രന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മറിയത്തെ ആരാധിക്കുകയല്ല, പിന്നെ എന്താണ് ചെയ്യുന്നത്? ദൈവപുത്രന്റെ അമ്മയായ മറിയത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ വണങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനയുണ്ട്, അല്ലേ? ജപമാല എന്താണ്? പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നതിനുള്ള ഒരു ബാഹ്യമായ അടയാളം മാത്രമാണ് ജപമാല പ്രാർത്ഥന. അതായത് മറിയത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരാനുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അപ്പോൾ 1669 പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ പ്രാർത്ഥന സഭയിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. യേശുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള 20 സംഭവങ്ങളാണ് ജപമാലയുടെ രഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ചൊല്ലുന്നുണ്ട് ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന. അതെന്താണ്? ഫാത്തിമയിൽ ദർശനം ലഭിച്ച കുട്ടികളെ മാലാഹ പഠിപ്പിച്ചതാണ് ഈ പ്രാർത്ഥന. അപ്പൊ ജപമാല പ്രാർത്ഥന ഒരേ സമയം യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്, അതോടൊപ്പം മറിയത്തോടൊപ്പം യേശുവിനോട് അടുക്കാനുള്ള അല്ലെങ്കിൽ യേശുവിനെ അനുഭവിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലണം. അതോടൊപ്പം തന്നെ കുടുംബം ഒന്നിച്ചും നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമാണ്. ഇനി മരിയൻ വിശ്വാസ സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മരിയൻ വിശ്വാസ സത്യങ്ങൾ 4 എണ്ണമുണ്ട്. 1, മറിയം ദൈവമാതാവാണ്. 2, മറിയം നിത്യകന്യകയാണ്. 3, മറിയം അമലോത്ഭവയാണ്. 4, മറിയം സ്വർഗാരോപിതയാണ്. ആദ്യത്തേത് നമ്മൾ കണ്ടു, മറിയം ദൈവമാതാവാണ്. എന്താണ് മറിയം ദൈവമാതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ അവതാരം ചെയ്ത പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ ആളായ ദൈവപുത്രന്റെ മാതാവ് എന്ന നിലയിലാണ് മറിയം ദൈവമാതാവാകുന്നത്. 2ാമത്തെ കാര്യം, മറിയം നിത്യകന്യക എന്ന് പറയുന്നുണ്ട്. അതായത് ജനനത്തിന് മുമ്പും ജനന സമയത്തും ജനനശേഷവും പരിശുദ്ധ അമ്മയുടെ കന്യാത്വം പരിരക്ഷിക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് ഈ നിർവചനത്തിലൂടെ നമ്മൾ ഏറ്റുപറയുന്നത്. AD 553 5ാം ലാറ്ററൻ സുവനകദോസ് മറിയത്തിന്റെ നിത്യകന്യത്വം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ബൈബിളിൽ നമ്മൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ ഈ പ്രസ്താവന ഈശോ തൻ്റെ അമ്മയെ
യോഹന്നാനു ഭരമേൽപ്പിച്ചു എന്ന സത്യം. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 27 വാക്യം. മറിയത്തിന് യേശുവിനെ കൂടാതെ മറ്റു മക്കളൊന്നും ഇല്ലായിരുന്നു എന്നതിന്റെ തെളിവായിട്ട് സഭാപിതാവായ ഒറിജിൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട് യേശുവിന്റെ സഹോദരന്മാർ എന്ന പരാമർശം. അപ്പോൾ അവിടെ നമ്മൾ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യേശുവിന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഈ സഹോദരന്മാർ എന്ന് പറയുന്ന ഈ യാക്കോബ്, അതുപോലെ തന്നെ ജോസഫിന്റെയും അമ്മയായ മറിയത്തെ അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ മറിയത്തിൻ്റെയോ യൗസേപ്പ് പിതാവിൻ്റെയോ ബന്ധുവായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലാതെ പരിശുദ്ധ അമ്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ എന്ന് വെച്ചാൽ സ്വന്തം സഹോദരന്മാരെന്നല്ല നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മുടെ ബന്ധുക്കളെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു ബന്ധുത്വ സ്ഥാനം മാത്രമാണ് അവിടെ പരികൽപ്പിച്ചു നൽകുന്നത്. മറിയം അമലോത്ഭവ. ഇപ്പം എന്താണ് മറിയം അമലോത്ഭവ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? ജന്മഭാവത്തിന്റെ കറപുരളാതെ ജനിച്ചവൾ എന്നാണ് അമലോത്ഭവ എന്നതിൻ്റെ അർത്ഥം. അതായത് പരിശുദ്ധ കന്യകാമറിയം അവളുടെ ജനനത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യത്തിൽ നിന്നും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. അതായത് സ്വപുത്രന്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ അവൾ രക്ഷിക്കപ്പെട്ടത് കുരിശിലെ ബലിയുടെ യോഗ്യതയാലാണ് എന്നാണ് പറയുന്നത്. 1845 9 പിയൂസ് മാർപ്പാപ്പയാണ് മറിയത്തിന്റെ അമലോത്ഭവം സഭയുടെ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ പിതാക്കന്മാർ സർവവിശുദ്ധ എന്നാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. സർവവിശുദ്ധ എന്നാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധ പിതാക്കന്മാര് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ പാപരഹിത എന്ന് വിശുദ്ധ അഗസ്റ്റിനും കളങ്കരഹിത എന്ന് വിശുദ്ധ അപ്രേമും വിളിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് മറിയം സ്വർഗാരോപിതയാണ്. അപ്പൊ എന്താണ് സ്വർഗാരോപിത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൾ എന്നാണ് സ്വർഗാരോപിത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അമലോത്ഭവയും നിത്യകന്യകയും ദൈവമാതാവുമായി മറിയം തൻ്റെ ഇഹലോകവാസം പൂർത്തിയാക്കിയപ്പോൾ, തൻ്റെ ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കിയപ്പോൾ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതാണ് മറിയം സ്വർഗാരോപിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പയാണ് മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. മറിയത്തെ ഭൂസ്വർഗ്ലോകങ്ങളുടെ രാജ്ഞിയായി 1954 12 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും സമയം കാണുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓടിയെത്തുന്ന അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. പരിശുദ്ധ അമ്മയുടെ കൈവിരലിൽ പിടിക്കാനുള്ള അവസരമാണ് നമ്മുടെ ഓരോ ജപമാല പ്രാർത്ഥനയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന മുടക്കാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.